പല രാജ്യങ്ങളിലും അജ്ഞാതന്റെ ആക്രമണം നാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അമേരിക്കയിലാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ അനുയായിയെ തന്നെ നിലവിൽ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണല്ലേ. അല്ല, പല രാജ്യങ്ങളെന്ന് പറയേണ്ട, അമേരിക്ക തന്നെയാണ് അതിൻ്റെ തലസ്ഥാനം. സ്കൂളുകളിൽ കയറി കുട്ടികളെ വെടിവെക്കുക, തെരുവിൽ വെടിവെക്കുക. സൽമാൻ റുഷ്ദിയെ വെടിവെച്ചത് എവിടെയാണ്? അമേരിക്കയിൽ തന്നെയാണ്. അങ്ങനെ വെടിവെപ്പുകളുടെ ഒരു പരമ്പര നടക്കുന്ന സ്ഥലം തന്നെയാണ് അമേരിക്ക. സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥലമാണ്. ലോകത്തിൻ്റെ പോലീസായിട്ട് അവർ ചമയുമ്പോഴും സ്വന്തം പോലീസിങ് വളരെ മോശമായ നിലയിലാണ്, അഥവാ ഭദ്രമായിട്ടുള്ള നിലയിലല്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. സ്കൂൾ കുട്ടികൾക്ക് പോലും സുരക്ഷിതത്വം കൊടുക്കാതിരിക്കുമ്പോൾ അത് നൈജീരിയയുടെ ഒരു സ്ഥിതിയെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ബോക്കോ ഹരാം സ്കൂളിൽ ചെന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, പെൺകുട്ടികളെ. അതൊക്കെ നടക്കുന്നത് പോലെ സ്കൂളിൽ ചെന്ന് ഓരോ പണക്കാരായിട്ടുള്ള കുട്ടികൾ തോക്കുമായിട്ട് പോവുക, ലൈസൻസ് കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്. അതിൻ്റെ ഒരു അതിപ്രസരമാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള വെടിവെപ്പുകൾ, ഈ വെടിവെപ്പുകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് അമേരിക്കയിൽ വെച്ച് ഷേർലി കിർക്ക് എന്ന് പറയുന്ന യുവാവിനെ വെടിവെച്ചു കൊന്നത്. ഷേർലി കിർക്ക് എന്ന് പറയുന്ന ആൾ വാർത്തയിൽ പ്രാധാന്യം നേടാൻ കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ആളാണ് ഈ ഷേർലി കിർക്ക്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ട്രംപ് പരാജയപ്പെട്ടു എന്ന് വന്നപ്പോൾ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് നടന്ന മാർച്ചിൽ പങ്കെടുത്ത് ജനങ്ങളെ ആവേശം കൊള്ളിക്കുകയും ആവേശഭരിതരാക്കുകയും ചെയ്ത ഡൊണാൾഡ് ട്രംപിൻ്റെ വലം കൈയായിട്ടുള്ള യുവാക്കളുടെ ഒരു ഐക്കോണാണ് ഇന്ന് അമേരിക്കയിൽ അദ്ദേഹം. ഒരു റാപ്പ് ഡാൻസറൊന്നുമല്ല, പക്ഷേ യുവാക്കളുടെ ഹരമാണ്. പ്രധാനപ്പെട്ട കാരണം വളരെ ഹാൻസമാണ്. ഈ റോബർട്ട് കെന്നഡിയെ പോലെ വളരെ ഹാൻസമായിട്ടുള്ള ഒരു യുവാവാണ്. അമേരിക്കയിലെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിൻ്റാണ് ഒരാൾ ഹാൻസം ആവുക എന്ന് പറയുന്നത്. ആ തരത്തിൽ യുവാക്കളെ, പ്രത്യേകിച്ചും യുവതികളെയൊക്കെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒററ്ററി ഉള്ള ഒരാളായിരുന്നു. അതായത് വളരെ വാഗ്മിത്വത്തോടു കൂടി സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ കൂടിയായിരുന്നത്. വളരെ ചെറുപ്പക്കാരൻ, ലുക്സ് സോ യങ്. അപ്പോൾ ഈ വയസ്സനായ ട്രംപിൻ്റെ ഒരു ഊന്നുപടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വിശേഷം എലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ മുൻപ് ഈ വിജയത്തിൽ പങ്കുവച്ചിരുന്നു. അവരെല്ലാം പിന്നിൽ നിന്ന് ചവിട്ടുന്നതാണ് കണ്ടത് ട്രംപ്. പിന്നീട് ഉറച്ച കോട്ട പോലെ ട്രംപിനോടൊപ്പം ഇപ്പോഴും നിൽക്കുന്ന, അല്ലെങ്കിൽ ട്രംപ് ഫയർ ചെയ്യാത്ത, പുറത്താക്കുന്നതിനവിടെ ഫയർ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം ഈ വെടിവെപ്പിനെ കുറിച്ച് പറഞ്ഞ ആ കൃത്യമായ നിമിഷത്തിൽ, കൃത്യമായ ഉന്നത്തിൽ, പോയിന്റ് ബ്ലാങ്ക് ഒന്നുമല്ല, ആൾക്കൂട്ടത്തിൽ സദസ്സിൽ നിന്നാണ് വെടി വന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് ഒറ്റ വെടിയേ ഉണ്ടായുള്ളൂ. അതോടുകൂടി കഥ തീർന്നു. ഷേർലി കിർക്കിൻ്റെ കഥ അതോടുകൂടി അവസാനിപ്പിച്ചു. അത്ര ഉന്നം പിടിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ഒരു അപഗ്രഥനം തുടങ്ങേണ്ടത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടും, കാരണം ഗവൺമെൻറ് പക്ഷക്കാരനാണ്. വളരെയധികം പ്രൊട്ടക്ഷൻ കിട്ടുന്ന ആളാണ്. അവിടെ ഇൻ്റലിജൻസ് മെഷീനറി എന്ന് പറഞ്ഞാൽ അതീവ ശക്തമാണ്. ഇതിനെയെല്ലാം തുരന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനൊരു അപകടം അവിടെ സംഭവിച്ചു എന്നുള്ളത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. അതീവ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ലോകത്തിന് മുഴുവൻ സംരക്ഷണം കൊടുക്കുന്നത് എന്നാണ് നമ്മുടെ ഒക്കെ വിചാരം. ആ അമേരിക്കയ്ക്ക് സ്വയം സുരക്ഷിതരായിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മളീ പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ വലം കൈക്ക് പോലും സുരക്ഷിതത്വമില്ല. അമേരിക്ക സമീപം കാനഡയിലും പണ്ട് ഇത്തരം അജ്ഞാതന്റെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് വേറൊരു ഇതാണ്. തീവ്രവാദികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇത് മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യൻ്റെ നേരെയാണ് ആക്രമണം നടന്നത്. ഇതിന് വളരെയധികം എനിക്ക് തോന്നുന്ന റെപ്പർക്കഷൻസ് ഉണ്ടാവും. പ്രസിഡന്റ് ട്രംപ് വാസ്തവത്തിൽ കരയുകയായിരുന്നു. കാരണം അത്ര നല്ലൊരു മനുഷ്യനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായി. വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരാളും കൂടിയാണത്. അന്വേഷണം നടക്കും. ഇപ്പോൾ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആരാണ് പ്രതിയെന്ന് അറിഞ്ഞാൽ അമേരിക്ക പ്രതികരിക്കും. സ്റ്റേറ്റ് ഒട്ടാകെയാണ്, ട്രംപ് മാത്രമല്ല. ട്രംപിൻ്റെ വികാരമാണെങ്കിലും ആ വികാരത്തിന് അനുസരിച്ച് തൽക്കാലം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിലും അതിനിപ്പോൾ പ്രതികരിക്കാൻ കഴിയും. പരസ്യമായിട്ട് പ്രതികരിക്കുക. നേരത്തെ ജോ ബൈഡൻ്റെ കാലത്ത് രഹസ്യമായിട്ടായിരുന്നു, ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് രഹസ്യമായിട്ടായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ. ആരും അറിയില്ല. പക്ഷേ ഇങ്ങനെയല്ല, ഇദ്ദേഹം ഒച്ച വെച്ച് തന്നെ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആക്രമണങ്ങളും കടന്നാക്രമണങ്ങളും നടത്താനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഊഹിക്കാൻ കഴിയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരെയുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടി പോലും വളരെ ശക്തമായ നിലയിൽ ഇതിനെ ആക്ഷേപിച്ചു. എനിക്ക് തോന്നുന്നില്ല ഡെമോക്രാറ്റിക് പാർട്ടി ഇങ്ങനൊരാളിനെ വിലക്കെടുത്തിട്ടോ അല്ലാതെയോ ഇങ്ങനൊരു ആക്രമണം അവിടെ പതിവുള്ള കാര്യമല്ല. അതൊരു തരംതാണ വളരെ ഹീനമായിട്ടുള്ള ഒന്നായിട്ട് ജനങ്ങൾ കണക്കാക്കുന്നത്.
അപ്പോൾ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരെ സമീപിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കും, ഇങ്ങനൊരു കളങ്കം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു എക്സ്ട്രേനിയസ് ഫോഴ്സിൽ നിന്ന് വന്ന ഒരു അറ്റാക്കാണ്. കാരണം ഈ ജിയോ പൊളിറ്റിക്കൽ സ്ഥിതിയിൽ ഇപ്പോൾ പിന്നെ ഏറ്റവും ഒടുവിൽ ഖത്തർ നടത്തിയ ആക്രമണത്തോടു കൂടി അതിനെല്ലാം പിൻബലം നൽകുന്നത് ഇസ്രായേലാണ് എന്നുള്ള വിചാരമുള്ള അമേരിക്ക വിരുദ്ധരായിട്ടുള്ള സയണിസ്റ്റ് ക്യാമ്പിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം ഈ കൃത്യമായിട്ടുള്ള വളരെ ട്രെയിൻഡായിട്ടുള്ള ഒരാളാണിതെന്നുള്ളതാണ്, കൃത്യമായിട്ടുള്ള ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നതെന്ന് വേണം കരുതാൻ. അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒളിച്ചിരുന്നുകൊണ്ട് നടത്തിയ പതിയാക്രമണമാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിനെതിരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, നിരന്തരം അദ്ദേഹത്തെ വെടിവെക്കാൻ ശ്രമിക്കുന്നു, കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അത് ട്രംപ് തന്നെ പിന്നെ തിരക്കഥ എഴുതിയ സ്ക്രിപ്റ്റാണോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അയാളുടെ പിന്നത്തെ നടപടികളെല്ലാം ആ രീതിയിൽ നമ്മളെ സംശയിപ്പിക്കുന്നത്. ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടും ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഏത് ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അധികാരത്തിൽ നിന്ന് ജോ ബൈഡനെ ഭ്രഷ്ടനാക്കിക്കൊണ്ട് തനിക്കൊന്നാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. ആ ചെവിയിൽ ഉൾപ്പെടെ, ചെവിയല്ലേ ഉള്ളൂ, ചെവിയിൽ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പുള്ളിയുടെ നാവാണ് പ്രധാനം. ആ നാവ് കൊണ്ടാണ് ലോകത്തെ മുഴുവൻ അദ്ദേഹം ശത്രുക്കളാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയും ശത്രുവാക്കിയ നാവ് കൊണ്ടാണല്ലോ. അതാണല്ലോ പരസ്യമായിട്ട് വായി തോന്നുമൊക്കെ വിളിച്ചു പറയുന്ന ഇതുപോലൊരു പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വലം കൈയായിരുന്നു ഈ മനുഷ്യൻ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന. അതുകൂടാതെ 2 ഉപദേഷ്ടാക്കളും ഉണ്ട്. ഇത് രാഷ്ട്രീയമായ സപ്പോർട്ട്, മറ്റേത് രണ്ടും ഈ അവർ സ്റ്റേറ്റിന് സപ്പോർട്ട്, ഇക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പിൻബലം കൊടുത്തുകൊണ്ടിരിക്കുക. അവരാണ് ഇത്രയും വഷളാക്കാൻ കാരണം. ഇയാളെ ഉപദേശിച്ച് വഷളാക്കുക. നമ്മുടെ ജയറാം രമേശും KC വേണുഗോപാലും പവൻ ഖൈറിയും ഒക്കെ ചേർന്ന് രാഹുൽ ഗാന്ധിയെ വഷളാക്കിയിട്ടതുപോലെ ഈ ട്രംപിനെ വട്ടുപിടിപ്പിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ആളിലൊരാളാണ്. രാഷ്ട്രീയമായിട്ട് ഉപദേശിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് 2ാം ട്രംപ് സർക്കാർ ഇന്ത്യക്കെതിരെ ശക്തമായിട്ട് വിമർശനം അഴിച്ചുവിട്ട ആളാണ്. എങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇയാൾ പറഞ്ഞോട്ടെ, ഇയാളുടെ അഭിപ്രായങ്ങൾ അയാൾ നമ്മൾ പറയുന്നു. വ്യക്തിപരമായ ശത്രുത നമുക്കില്ല. ഇന്ത്യയും അതിൽ ഖേദം തീർച്ചയായിട്ടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണോ അന്താരാഷ്ട്രീയ തലത്തിലുള്ള ഗൂഢാലോചനയാണോ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് 2ാമത്തെ ആയിരിക്കും. ഖത്തറാക്കണം, ഇസ്രായേലിനെതിരെ ഹമാസിനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതിൻ്റെ കൂടെ ഖത്തറിനെ ആക്രമിച്ച് അവരും വീണ്ടും ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി. ഇനിയും നിങ്ങൾ ഈ ഹമാസിനെ അവിടെ വെച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾ വീണ്ടും അറ്റാക്ക് ചെയ്യും. ലോകത്തിൻ്റെ അഭിപ്രായഗതിയൊന്നും അവർക്ക് പ്രശ്നമില്ല, സ്വന്തം രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം അത് വളരെ ശരിയുമാണ്. അതിനകത്തൊരു കാവ്യനീതിയുണ്ട്. ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോവല്ല. കാരണം ലോകത്തിൽ ഒരൊറ്റ ജനതയും അവരെ സപ്പോർട്ട് ചെയ്തത്, ഇന്ത്യ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. പലായനം ചെയ്ത് വന്നപ്പോൾ, പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പലായനം ചെയ്ത് വന്നപ്പോൾ കൈനീട്ടി ആശ്ലേഷിച്ച് ഒന്നും നോക്കാതെ സ്വീകരണം കൊടുത്തത് ഇന്ത്യയാണ്, ആതിഥ്യം വഹിച്ചത് ഇന്ത്യയാണ്. റോമക്കാർ, അതിന് ശേഷം ജർമ്മനി, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനമാണ്. സകലമാന രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങളെല്ലാം അവരെ പീഡിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ എന്നുള്ളൊരു വിചാരത്തിലേക്ക്, ചിന്താഗതിയിലേക്ക് അവർ പോകുന്നത്, ഒരു സ്വയം രക്ഷയിലേക്ക് അവർ പോകുന്നത് നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണം ആളുകൾക്ക് മനസ്സിലാവാൻ പറയണമെങ്കിൽ നമ്മളുടെ സിനിമയിലെ സേതുവായിട്ട് മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രമുണ്ടല്ലോ, കിരീടം എന്ന് പറഞ്ഞൊരു സിനിമ. ആ ചന്തസ്ഥലത്ത് കീരിക്കാടൻ്റെ, അദ്ദേഹം മരിച്ചുപോയി, കീരിക്കാടൻ്റെ വരവിനായി കാത്തിരിക്കുന്ന സേതുവിനെ പോലെ ഇരിക്കുന്ന ഒരു രാജ്യമാണത്. അതാണ് ഏറ്റവും നല്ല പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉപമ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സെൽഫ് ഡിഫെൻസിനെയൊന്നും നമുക്കങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങളിൽ പാപികളല്ലാത്തവർ അവളെ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെയാണ്. ശരിയാണ്, ഒരു കടന്നാക്രമണം തന്നെയാണ് നടത്തുന്നത്, അന്താരാഷ്ട്ര മര്യാദകൾക്ക് നിരക്കുന്നതല്ല. പക്ഷേ ഈ അന്താരാഷ്ട്ര മര്യാദ പാലിക്കാൻ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാവുകയില്ലെന്നുള്ളതാണ് വാസ്തവം. അതും കൂടി ഈ പറയുന്നവർ തിരിച്ചറിയേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കിർക്കിലേക്കാണ്, ഷിർലി കിർക്കിൻ്റെ കൊലപാതകം. ഇനി അടുത്ത അവരുടെ ഉന്നം ചിലപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുന്നതിലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തി ഒരാൾക്കും ജയിച്ചു പോകാൻ പറ്റുകയില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അത്ര ശക്തമാണ് അവിടുത്തെ ഇൻ്റലിജൻസ് മെഷീനറി. തന്നെയല്ല, അമേരിക്ക പോലെ വലിയ രാജ്യമല്ല, ചെറിയ രാജ്യമാണ്. കേരളത്തിൻ്റെ അത്ര പോലുമില്ല. അപ്പോൾ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എളുപ്പമാണ്, അമേരിക്കയ്ക്ക് അത്ര എളുപ്പമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.